നമ്മളിപ്പോൾ കാണുന്നത് ഒരു പ്ലാന്റഡ് അക്വേറിയമാണ്. ഇങ്ങനെ ഒരു പ്ലാന്റഡ് അക്വേറിയത്തിൽ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് കാണാം. ഈ അക്വേറിയത്തിലേക്ക് നോക്കുന്ന ഒരാളെ ആദ്യം തന്നെ ആകർഷിക്കുന്നത് ഈ ചെറിയ വൈറ്റ് ഫിഷസ് ആണ്. ഇവരെ അൽബിനോ ഗ്ലോലൈറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. വളരെ ചെറുതാണെങ്കിൽ പോലും ഇവർ സ്കൂളിംഗ് സ്വഭാവം കാണിക്കുന്ന മത്സ്യങ്ങൾ ആയതിനാൽ തന്നെ ഇവരെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. അക്വേറിയത്തിന് ഭംഗിയുള്ള ലൈറ്റിംഗ് സെറ്റ് ചെയ്തതിനാൽ തന്നെ കാഴ്ചക്കാരെ ഈ മീനുകൾ കൂടുതൽ ആകർഷിക്കുന്നു. അൽബിനോ ഗ്ലോലൈറ്റ് കൂടാതെ അക്വേറിയത്തിലേക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ മറ്റൊരു മത്സ്യത്തിനെയും കൂടി കാണാം. ഇവരാണ് സയാമീസ്. ഇവർ കാഴ്ചയിൽ വലുതാണെങ്കിൽ പോലും മറ്റു മീനുകളെ പോലെ അധികം പുറത്തേക്ക് വരാത്തവരാണ്. ഇവരെ സയാമീസ് ആൽഗെ ഈറ്റേഴ്സ് എന്നും അറിയപ്പെടുന്നു. പേരുപോലെ തന്നെ അക്വേറിയത്തിലെ ആൽഗകളെയെല്ലാം കഴിച്ച് ടാങ്കിലെ വെള്ളം വൃത്തിയാക്കി വെക്കുക എന്നതാണ് ഇവരുടെ ജോലി. സയാമീസിനെ പോലെ തന്നെ ആൽഗകളെ ഭക്ഷിക്കുന്ന മറ്റൊരു തരം ജീവിയാണ് ഷ്രിമ്പുകൾ. ഈ അക്വേറിയത്തിൽ നോക്കിയാൽ കുറച്ച് ഷ്രിമ്പുകളെ കാണാൻ പറ്റും. വലുതും ചെറുതുമായ രണ്ടെണ്ണത്തെയാണ് ഇതിൽ കാണാൻ പറ്റുന്നത്. ഈ ഒരു പ്ലാന്റഡ് അക്വേറിയം സെറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഡ്രിഫ്റ്റ് വുഡാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡ്രിഫ്റ്റ് വുഡുകൾ അക്വേറിയത്തിൻ്റെ മനോഹാരിത വർദ്ധിപ്പിക്കുകയും അതിലുള്ള മറ്റു ജീവജാലങ്ങൾക്ക് ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു പ്രത്യേക ഇനം കല്ലാണ്. ഇതിനെ ലാവ റോക്ക് എന്നാണ് അറിയപ്പെടുന്നത്. ഇവ കടലിനടിയിൽ നിന്നുണ്ടാകുന്ന അഗ്നിപർവ്വത സ്ഫോടനങ്ങളിൽ നിന്നുണ്ടാകുന്ന ലാവ ഉപയോഗിച്ചുണ്ടാക്കിയവയാണ്. അക്വേറിയത്തിൻ്റെ ബേസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ ലാവ റോക്കിൻ്റെ തന്നെ ലാവ ചിപ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. കൂടാതെ സാധാരണ ഷെല്ല് കക്കകളും ഉപയോഗിച്ചിട്ടുണ്ട്. ഈ അക്വേറിയം സെറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ചെടിയാണ് ഇത് ക്രിപ്റ്റോകോറിൻ എന്നാണ് അറിയപ്പെടുന്നത്. അവസാനമായിട്ട് നമ്മൾ അക്വേറിയത്തിൽ കാണുന്നത് ഫിൽട്രേഷൻ സിസ്റ്റമാണ്. സാധാരണ പോലെ തന്നെ ടാങ്കിലെ വെള്ളത്തെ വൃത്തിയായി സൂക്ഷിക്കുക എന്നതാണ് ഈ ഫിൽട്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു അക്വേറിയത്തിൽ നിന്ന് കാണാൻ പറ്റുന്നത്. ഒരു പ്ലാന്റഡ് അക്വേറിയത്തിന് വേണ്ട എല്ലാ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ഈ ഒരു അക്വേറിയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.